ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവിൽ മരുഭൂമി വിലസിടുന്നു. 8 ദിവസം നീണ്ടു നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ യാത്രയിലെ 4-ാം ദിവസത്തെ 6-ാമത്തെ പോയിൻ്റായ റീഉ ഉമ്മു കഷ്ദിലേക്കാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ജദാജിദിലേക്കും പിന്നീട് വാദി ഉജൈരിദിലേക്കുമാണ് ഹബീബ് പാസ് ചെയ്തത്. ശരിക്കും ഈ ഒരു ഹിജ്റ യാത്രയിലൂടെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ ഒരു വലിയ ടാസ്ക് ആണ്, വലിയൊരു ഉത്തരവാദിത്തമാണ്, വലിയൊരു ത്യാഗമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കി, ഈ വണ്ടി തന്നെ ഇവിടെയൊക്കെ പൊട്ടി, കണ്ടോ, ചില്ലൊക്കെ പൊട്ടി, എന്തോ ഒരു കല്ല് വീണതാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. നക്കറ, ഈ ചെറിയ കല്ല് തെറിച്ച് ഗ്ലാസ് ഒക്കെ പൊട്ടിയാൽ അറബിയിൽ നക്കറ എന്ന് പറയും. അതായത് സാധാരണ പക്ഷികൾ ചുണ്ടുകൊണ്ട് കൊത്തുന്നതിനാണ് നക്കറ എന്ന് അറബിയിൽ പറയാം. വഴികളൊക്കെ നോക്കി, എത്ര ദുർഘടം പിടിച്ച വഴിയാണ്, ടയറൊക്കെ അടിയൊക്കെ മുട്ടും പലപ്പോഴും. ഒരു ത്യാഗമാണ്. പക്ഷെ ഹബീബിന് വേണ്ടിയിട്ട് അവരെത്ര ത്യാഗം സഹിച്ചപ്പോൾ നമ്മളതിൻ്റെ ഒരു അംശമെങ്കിലും സഹിക്കുന്നതിൽ എന്താ പറയുക, നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. അൽഹംദുലില്ലാ, ഒരുപാട് സഞ്ചരിച്ച് ഞങ്ങളിപ്പോൾ എത്തിച്ചേർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സംഘവും ഹിജ്റ റൂട്ടിൽ 4-ാം ദിവസം സഞ്ചരിച്ച പാത്ത് ആൻഡ് ദി വാലി ഓഫ് ഉമ്മു കഷ്ദിലാണ്. ഇവിടെ നിന്നും നയനമനോഹരവും വശ്യസുന്ദരവുമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജദാജിദിലേക്കും ഉജൈരിദിലേക്കുമാണ് പ്രവാചക സംഘം മുന്നോട്ട് നീങ്ങിയത്. നോക്കിയേ, നമ്മുടെ വണ്ടിയെ പോലും വെട്ടിച്ചുകൊണ്ടാണ് ഒട്ടകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, വെറുതെ അല്ല നബിത്തങ്ങൾ 4 ദിവസം കണ്ട് എത്തിയ സ്ഥലത്തേക്ക് നമുക്ക് 6 ദിവസം എത്താൻ വേണ്ടി വന്നത്. ഏതായാലും എൻ്റെ ഹബീബ് ഇതുപോലെ ആയിരിക്കും അല്ലേ, ഇങ്ങനെ ഇതിലൂടെ പോയത്. ഏതായാലും നമുക്ക് ഇവനെ നിർത്തി ഒന്ന് സംസാരിക്കാം. ക്യാച്ച് റെഡി, 1 2 3 സ്റ്റാർട്ട്. മാഷാ മിനൈനാന്ത നോക്കിയേ, ഇത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ വഴിയിലൂടെ നമ്മളിങ്ങനെ ഹിജ്റ പോയ വഴിയിലൂടെ പോകുമ്പോൾ ഇങ്ങനെ കുറേ ഒട്ടകത്തെ ആളുകൾ കാണുന്നുണ്ട്. അല്ല കടിക്കല്ലേ, മാഷാ അല്ലാ, നോക്കിയ ഒട്ടകം. അല്ല, ഇതെന്ത് പാട്ട് പാടുന്നതാ? അയ്യോ, ഇത് കടിക്കോ? വലിയ പല്ലാണല്ലോ. ആപ്പിള് തരി. വലിയ പല്ല്, പല്ല് കൊടുക്കല്ലാന്ന്. അയ്യോ, താഴെ വീണ് പഠിച്ചോനെ. സിദ്ദീഖ് ഭായ് കുടിക്ക്, സിദ്ദീഖ് ഭായ് പഴം കൊടുക്കാൻ പറ്റും. കൊടുത്തോളൂ. ഒന്നുമില്ല സിദ്ദീഖ് ഭായ്, തവക്കൽ തുറന്നു കൊടുത്തോളൂ. അതിനുള്ളിൽ കുറെ പല്ലുണ്ട്. അതിനുള്ളിൽ ഇപ്പൊ ഛർദിക്കോ പഠിച്ചോനെ? ആദ്യമായിട്ട് തോന്നുന്നു, വലിയ എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലെ ഒരു കസ്വ ഒട്ടകത്തിൽ, അത് 4 മാസത്തോളം തീറ്റിപ്പോറ്റി അത്രയും ഫിറ്റായിട്ടുള്ള ഒട്ടകമായിരുന്നു. അതുകൊണ്ടാണ് നല്ല രീതിയിൽ പോയത്. അത് അബൂബക്കർ തങ്ങളുടെ ആയിരുന്നു. നബി തങ്ങൾ അതിൻ്റെ വില അബൂബക്കർ തങ്ങൾ കൊടുക്കും ചെയ്യുന്നുണ്ട്. അതുപോലെ ഹിജ്റ യാത്രയിൽ 6000 റിയാലായിരുന്നു, ദിർഹമായിരുന്നു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കയ്യിൽ കരുതിയത്. അതായത് ഏകദേശം 6000 അല്ലെങ്കിൽ 4000. ആഗോള ഇസ്ലാമിക പണ്ഡിതനും ഗവേഷകനുമായ അമേരിക്കയിലെ ഷെയ്ഖ് ഹംസ യൂസുഫ് ആമുഖമെഴുതിയ അൽ ഹിജ്റ നബവിയ അൽ മുസവ്വറ എന്ന ഡോക്ടർ അബ്ദുള്ള അൽ ഖാലിയുടെ ഗ്രന്ഥം പ്രധാനമായും അടിസ്ഥാനമാക്കിയാണ് ഞങ്ങളുടെ ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. മരുഭൂമിയിലൂടെ ഇങ്ങനെ നീണ്ട യാത്രയൊക്കെ നമ്മൾ കൊടും കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ റേഞ്ച് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് വാക്കി ടോക്കി. ഹലോ, നമ്മൾ നെക്സ്റ്റിന് ഏത് ഡെസ്റ്റിനേഷനിലേക്കാണ് പോകുന്നത്? ഓവർ. നമ്മളിപ്പോ ഇതാ വാദി കഷ്ടിലൊക്കെ കൂടെ പാസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടുത്തതിന് വാദി ഉജൈർ. ഓക്കെ, അടുത്തതിൽ നമുക്കൊരു റെസ്റ്റ് എടുക്കാമല്ലോ അല്ലേ? നമ്മുടെ ട്രിപ്പ് സ്ലോ ആവുന്നതായിരിക്കും, റെസ്റ്റ് ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇപ്പൊ വണ്ടി എത്ര സ്പീഡിലാണ് പോകുന്നത്? എത്രയിലാണ് കാറ്റുള്ളത്? ഓവർ. ടയർ കാറ്റ് ഇപ്പൊ 12 PSI അല്ല 20 PSI വെച്ചോണ്ട് ഒരു 15 km/h പോകുന്നത്. ഈ സ്പീഡിൽ പിടിച്ചാൽ തന്നെ നമ്മൾ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ഉദ്ദേശിക്കുന്നില്ല. ജ്യൂസ് ബ്രേക്ക് എടുത്താ ആർക്കെങ്കിലും ജ്യൂസ് വേണോ? ഓ വേണ്ട, താങ്ക് യു. വെള്ളം. അപ്പോൾ നമ്മളെ ജ്യൂസ് ബ്രേക്കാണ്. ജ്യൂസ് ബ്രേക്ക് ഇതാ ഇൻഷാ അല്ലാഹ് നമ്മളെ ഡയറക്ടർക്ക് ജ്യൂസ് കൊടുക്കുന്നു, നമ്മളെ അസിസ്റ്റന്റ് ഡയറക്ടർക്ക്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹ കോർഡിനേറ്റർ, എല്ലാവരും ജ്യൂസ് പിടിച്ചു. മാഷാ അല്ലാഹ്. ജ്യൂസ് തന്ന നമ്മുടെ എല്ലാ കോർഡിനേറ്റേഴ്സിനും
വളരെ നന്ദി. താങ്ക് യു. യു ആർ വെൽക്കം. ഓവർ. നിലവിൽ ഈ ഹിജറ യാത്രാ സംഘത്തിലുള്ളത് 5 പേരാണ്. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, 2 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 3-മത്തേത് അബ്ദുല്ലാഹി ഇബ്നു ഉറൈഖത്ത്, 4-മത്തേത് അബൂബക്കർ തങ്ങളുടെ അടിമയായിട്ടുള്ള ആമിർ ഇബ്നു ഫുഹൈറ, 5 ഇന്നലെ റിജ്ലൈൻ്റെ ഭാഗത്തു നിന്ന് താൽക്കാലിക വാടകയ്ക്കെടുത്ത ഒരാൾ കൂടി. ഇത്ര പേരാണ്. എന്നാൽ വീസലമ് കഴിഞ്ഞാൽ അദ്ദേഹത്തെ പിരിച്ചുവിടുകയും ചെയ്യുന്നുണ്ട്. യാത്രയുടെ ആദ്യം മുതൽ അവസാനം വരെ ഈ സംഘത്തിലുണ്ടായത് 4 പേരാണ്. അങ്ങനെ പ്രവിശാലമായ ഉമ്മു കഷ്ദ് കഴിഞ്ഞ് ജദാജിദിലേക്കാണ് ഇപ്പോൾ നാം എത്തിയത്. നോക്കൂ, ഓരോ ഭാഗത്തും വ്യത്യസ്ത ലാൻഡ്സ്കേപ്പുകളാണ്. ഭൂമിശാസ്ത്രപരമായി ഓരോ ഭാഗങ്ങൾക്കും വ്യത്യാസങ്ങൾ കാണാം. ജദാജിദിൽ നിന്നും വാദി ഉജൈറിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവസരമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ യാത്ര തീർത്തും വ്യത്യസ്തമാണ്. അതിസാഹസികത നിറഞ്ഞ ഈ യാത്രയ്ക്ക് മുൻകൈയെടുത്ത പ്രിയപ്പെട്ട ഞങ്ങളുടെ ഡയറക്ടർ സിദ്ദീഖ് സാഹബ്, സഫ്വാൻ, അമീൻ, നിഹാൽ, ഷഹസിൻ തുടങ്ങിയ കോർഡിനേറ്റർമാർക്കും സർവശക്തനായ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഇത്തരുണത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ യാത്ര ഏറെ ധന്യമാക്കുന്ന ഹാഫിൽ സാബിത്ത്, പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജലീൽ എന്നിവർക്കും സർവ്വ കടപ്പാടുകൾ അറിയിക്കട്ടെ. നിങ്ങളൊക്കെ ഈ ഒരു സംരംഭം വിജയിച്ച് പരിശുദ്ധമായ മദീന മുനവ്വറയിൽ ചെന്ന് ഹബീബിനോട് സലാം പറഞ്ഞ് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണം. കാരണം ഇത് ഏറെ ദുർഘടം പിടിച്ച വഴിയാണ്. അപകടങ്ങൾ എവിടെയും പതിയിരിക്കുന്ന ഒരു വഴിയാണ്. സാധാരണ ഒരു മനോധൈര്യം ഇല്ലാതെ ഒരു നിലക്കും യാത്ര ചെയ്യാൻ പറ്റില്ല. രാത്രി ഉണ്ടാകുമ്പോൾ, രാത്രി ഇങ്ങനെ ഇരുട്ടുമ്പോൾ പേടി തോന്നും, എവിടെയാണ് നമ്മൾ ഉറങ്ങുക. കാരണം ചില ഭാഗത്തൊക്കെ വന്യമൃഗങ്ങളുടെ ഒരു ഇത് കാണാം, കുറുക്കന്മാരെയും അതേപോലെ കഴുതകളൊക്കെ വഴിത്താരകളിലുണ്ടാകും. അപ്പോൾ അത്തരം ഒരു സന്ദർഭങ്ങളിലൊക്കെ ഇതൊക്കെ എങ്ങനെ നമ്മൾ നേരിടുമെന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഏതായാലും നിങ്ങളൊക്കെ ദുആ പ്രാർത്ഥന ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ ഹിഫ്ള് ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ ഇൻഷാ അല്ലാ. പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിത്താരയെ ഈ അടയാളപ്പെടുത്തുന്നത് തീർച്ചയായും അള്ളാഹു സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർത്തും ഇതൊരു ശ്രമകരമായ ജോലി തന്നെയാണ്. മരുഭൂമിയിൽ രാപ്പാർത്തും പാറപ്പുറത്ത് അന്തിയിറങ്ങിയുമാണ് നമ്മുടെ യാത്ര മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മലയാള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഈ പ്രവാചക കാൽപ്പാടുകൾ തേടി അതേ വഴിയിലൂടെ ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം മാനസികമായി ഊർജം ആവശ്യമുള്ളതും വളരെ സാമ്പത്തിക ചെലവേറിയതും ശാരീരിക അധ്വാനവും അഗാധ ചരിത്ര അറിവും ഗവേഷണ കഴിവും ആവശ്യമുള്ള വലിയൊരു യാത്രയാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. നിങ്ങൾക്ക് വേണ്ടി ഈ വഴിയിലൂടെ ചിത്രീകരണം നടത്തി ഇത് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ദുആ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ കൺകുളിർമ കാണുവാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം വാട്സപ്പിലൂടെയും മറ്റു ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഹിജ്റ റൂട്ടിൽ ചെയ്ത് ലക്ഷ്യമാക്കി നീങ്ങുന്ന ഞങ്ങൾക്ക് ഒരുപാട് ആട്ടിൻപറ്റങ്ങളെ കാണാൻ സാധിക്കുക. ഇതാ ഇങ്ങോട്ട് നോക്കൂ, നമ്മുടെ 2 സൈഡുകളിലും ധാരാളം ആട്ടിൻപറ്റങ്ങൾ, കറുത്തതും വെളുത്തതും വ്യത്യസ്ത കളറുകളുള്ള ധാരാളം ആട്ടിൻപറ്റങ്ങൾ. ഇതൊക്കെ ഹിജ്റ റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സക്കാത്തിൻ്റെ ബാബൊക്കെ ഓതുമ്പോൾ സാധാരണഗതിയിൽ മേഞ്ഞ് നടക്കുന്നത് മേലക്കാരനോട് കൂടെ എന്നൊക്കെ നമ്മൾ ഹബീബി ഷഖ്ബാറക് ഹബീബി മിനൈൻ അൻത من السودان. من أين من السودان؟ جزيرة ما شاء الله. كم سنة هنا في السعودية؟ 2 والله. في هذا الشغل كنت هناك. നമ്മുടെ ഡയറക്ടർ അദ്ദേഹത്തിന് ഒരു ഇത് കൊടുക്കുന്നു, വെള്ളവും ജ്യൂസും ഒക്കെ കൊടുത്തു. ഞങ്ങളിങ്ങനെ ആടുജീവിതമാണ് ഇപ്പോൾ ഓർത്തത്. അൽഹംദുലില്ലാ. ഇസ്മുക്കൽ കരീം യൂസുഫ് ما شاء الله مسلم والله. بارك الله بارك الله. نحن على طريق هجرة الرسول صلى الله عليه وسلم. هل تعرف أن النبي صلى الله عليه وسلم هاجر في هذا الطريق؟ هاجر من هنا على هذا الطريق إلى المدينة المنورة. طيب حبيبي، كم أولاد عندك؟ 1. ولد أو بنت؟ ولد. إيش اسم الولد؟ هاشم. أبو هاشم أنت. أوكي بارك الله لك يا أبا هاشم إن شاء الله. أنت في أم درمان. أوكي شكرا شكرا. മണികളായി മുത്തുമണികളെപ്പോലെ ഒഴുകി നടക്കുന്ന ആട്ടിൻ പറ്റങ്ങൾ ഇതാ നേതൃത്വം അനുസരിക്കുന്നു എന്നതിൻ്റെ നല്ലൊരു തെളിവാണ് ആട്ടിൻകൂട്ടം. എപ്പോഴും
ഒരു ലീഡർഷിപ്പ്. ആ നേതാവിൻ്റെ കീഴിൽ ഇങ്ങനെ ഒറ്റ കൂട്ടമായി അത് നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ജമാഅത്തായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട്, കൂട്ടം തെറ്റിയ ഒറ്റപ്പെട്ട ആട്ടിൻകൂട്ടത്തെയാണ് ചെന്നായ പിടിക്കുക. അതേ സ്ഥാനത്ത് കൂട്ടത്തിൽ പോകുന്ന ആട്ടിൻകുട്ടികളെ ഒരിക്കലും ചെന്നായ ആക്രമിക്കുകയോ അതിനെ പിടിക്കുകയോ ചെയ്യില്ല. ജദാജിദ് കഴിഞ്ഞ് നേരെ വാദി സഖീബിലേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവേശിച്ചത്. ഇപ്പോൾ നാം ഉള്ളത് വാദി സഖീബിലാണ്. അപ്പോൾ ഒരുപാട് നേരമായി നമ്മൾ ഓഫ് റോഡിലൂടെ തന്നെയായിരുന്നു. പെർ ഹവർ വെറും 15 കിലോമീറ്റർ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു മൈൻ റോഡ് കിട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡായിട്ടുണ്ട് വണ്ടി. വാദി സഖീബിൽ നിന്നും വടക്ക് പടിഞ്ഞാറ് വശത്തേക്ക് തിരിയുന്ന പ്രവാചകർ കുറേ ദൂരം സഞ്ചരിച്ച് വീണ്ടും കിഴക്ക് വടക്കോട്ട് തിരിയുന്നതായി നമുക്ക് കാണാം. പഠിച്ചോനെ, നമ്മളിതാ വീണ്ടും ഓഫ് റോഡിലേക്ക് തന്നെ കയറാണ്. അപ്പോൾ ചെറിയ റോഡ് പിന്നെ ഓഫ് റോഡ്, ചെറിയ റോഡ് പിന്നെ ഓഫ് റോഡ്. അങ്ങനെ നാം വാദി ഉജൈരിദിലേക്ക് കടന്നു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ പാത്തായ ഈ വഴിയിലൂടെ പോകുമ്പോൾ ഇതുവരെ നാം സഞ്ചരിച്ച വഴികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഇതുവരെ പരുപരുത്ത ഭൂപ്രകൃതിയാണെങ്കിൽ ഇവിടെ നിന്നങ്ങോട്ട് മണൽ പരപ്പുകളാണ്. ഈ ഗ്രന്ഥത്തിൽ കാണുന്ന ടെൻറ്റുകൾ ഇവിടെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4-ാം ദിവസത്തെ യാത്രയിലെ 8ാമത്തെ സ്റ്റേഷനായ ബത്നു റയ്യിലാണ് നാം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് ബത്നു റയ്യ്. ഉജൈരിദ് കഴിഞ്ഞ്, നീണ്ട ഉജൈരിദ് വാലി കഴിഞ്ഞ് ഇപ്പോൾ ബത്നു റയ്യിലേക്കാണ് നാം കടന്നത്. ബത്നു റയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്തിയ ശേഷം ദീസലമിലേക്കാണ് പോകുന്നത് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇനി അടുത്ത സ്റ്റേഷനായ ദീസലമിനെയും ഉജൈരിദിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ബത്തിൻ അഥവാ രണ്ട് മലകൾക്ക്, ബത്തിന് എന്ന് പറഞ്ഞാൽ വയറ് അല്ലെങ്കിൽ ഉള്ള് എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ട് മലകൾക്കിടയിൽ ഉള്ളിലുള്ള സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു പ്രദേശത്തിന് ബത്നു റയ്യ് എന്ന് പറയാൻ കാരണം. ദി പാത്ത് ഇൻ ദി മിഡിൽ ഓഫ് 2 വാലീസ്, 2 വാലികൾക്കിടയിലുള്ള ഉള്ളിലുള്ള സ്ഥലമായതുകൊണ്ടാണ് ബത്നു റയ്യ് എന്നതിന് പറയാൻ കാരണം. അതിനുശേഷമാണ് ദീസലം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ യാത്രയുടെ റൂട്ടിലൂടെയുള്ള നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്ക് മുൾക്കാടുകൾ, മുൾച്ചെടികൾ, മണൽക്കാടുകൾ, മണൽ പരപ്പുകൾ, കല്ലുകൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്നത് തീർത്തും നമ്മൾ ഒരുപാട് തവണ സൂചിപ്പിച്ച പോലെ ഒരു സംശയവുമില്ല ദുർഘടം പിടിച്ച യാത്രയാണ്. വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ട്രിപ്പാണ്. ഏതായാലും ഇതൊക്കെ എത്തിപ്പെടുക എങ്ങനെ, ഇങ്ങോട്ട് നമ്മൾ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഒരു വാഹനം മാത്രമാണ് ഇപ്പം നമ്മുടെ യാത്രയിൽ വരുന്നതെങ്കിൽ ഒരു നിലക്കും ഇങ്ങോട്ട് കിടക്കാൻ കഴിയില്ല അല്ലേ. ഒറ്റ വണ്ടിക്ക് എങ്ങനെ നമുക്ക് കിടക്കാം? നമുക്ക് പേടി തോന്നും. കാരണം ഇപ്പം രാത്രിയൊക്കെയാണ് ഓരോ ഭാഗത്തും ഞങ്ങളിങ്ങനെ രാത്രി എത്തിപ്പെടുമ്പോൾ അവിടെ ഇങ്ങനെ പേടിക്കുകയാണ്. ടോർച്ച് അടിച്ചിട്ട് നമ്മൾ പല ഭാഗത്തേക്കും മൃഗങ്ങളുണ്ടോ എവിടെ എത്തിയാൽ സിദ്ദീഖ് സാഹിബ് വണ്ടി ഒരു ഓട്ടം മുമ്പിൽ എല്ലാവരെയും അവിടെ ഇരുത്തിയിട്ട് ആ ടോർച്ച് എടുത്ത് വണ്ടി എടുത്തിട്ട് ഒന്ന് ചുറ്റുഭാഗത്തൊക്കെ ഒന്ന് ശരിയായിട്ട് അദ്ദേഹം വളരെ കെയറുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കെയർ ചെയ്യാൻ വേണ്ടി തന്നെ മൊത്തം ഒന്ന് നോക്കിയിട്ടാണ് അവിടെ താമസ സ്ഥലം ഉറപ്പിക്കാറ്. കുറുക്കനുണ്ടോ, വന്യജീവികളുണ്ടോ, വല്ല ശല്യവും ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ പോവാറുള്ളത്. അതെ, ഒരു സ്ഥലം തിരഞ്ഞെടുത്തിട്ട് പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോകും. ഇതൊക്കെ സ്ഥിരമായിട്ടുണ്ടാവുന്നതാണ്. ഏതായാലും അൽഹംദുലില്ലാ ഇതൊക്കെ ഒരിക്കലും ഇപ്പോൾ സിദ്ദീഖ് സാഹിബൊക്കെ ഒരുപാട് 48 എത്ര രാജ്യങ്ങളാണ്, ഒരുപാട് രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉറപ്പാണ് എവിടെ യാത്ര ചെയ്താലും ഇതുപോലുള്ളൊരു അനുഭവം. ഒന്നാമത് ഇത് ഹബീബ് എന്ന് പറഞ്ഞ ഒരു മധുരം ഇതിലുണ്ട്. സിദ്ദീഖുൽ അക്ബർ എന്ന, അദ്ദേഹത്തിൻ്റെ പേരും സിദ്ദീഖാണല്ലോ, സിദ്ദീഖുൽ അക്ബർ എന്ന ഒരു സുന്ദരമായ തേനുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തുചേരുന്നത് കൊണ്ട് തന്നെ ഈ യാത്രയെ പോലുള്ള ഒരു യാത്ര ഒരാളും ചെയ്തിട്ടുണ്ടാവില്ല. ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമാണ്, ആത്മീയ അനുഭവമാണ്. ഞങ്ങൾ ഇപ്പോൾ ഒന്നാമത് ഭൗതികപരമായ രസത്തോടൊപ്പം ഒരു ആത്മീയ അനുഭൂതി കൂടി ഈ യാത്രയിൽ കൂടിച്ചേരുന്നത് കൊണ്ട് തന്നെ ഇരു ചേരുവകളും ഒരുമിച്ചത് കൊണ്ട് മാഷാ അല്ലാ ഈ യാത്ര ഞങ്ങൾ നന്നായി ആസ്വദിക്കുന്നു. പലപ്പോഴും കുടുംബത്തോടൊക്കെ ബന്ധപ്പെടാൻ തന്നെ ഈ യാത്രയിൽ മറന്നു പോകാൻ നെറ്റ്വർക്ക് ഇല്ല, അതിനുള്ള സൗകര്യങ്ങളില്ല. ഏതായാലും ഇത് ഞങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഇതൊക്കെ ഒരു സ്വാലിഹായ അമലാക്കി തീർക്കട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ കുറേ കമന്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വരാൻ താല്പര്യമുണ്ട്, നമ്മളും കൂടെ കൂടട്ടെ എന്നൊക്കെ. അപ്പോൾ അടുത്ത ഫ്ലൈസെറ്റിന്റെ കീഴിൽ പറ്റുമെങ്കിൽ അല്ലേ ഇൻഷാ അല്ലാഹ് നമ്മൾ ഫ്ലൈസെറ്റിൻ്റെ ഒരു പുതിയ ബ്രാഞ്ച് ജദ്ദയിൽ ഓപ്പൺ ആക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം തന്നെ ടൂറുകളാണ്. ഇൻഷാ അല്ലാഹ് നല്ല രീതിയിലുള്ള ഹോളി ട്രിപ്സുകളും മറ്റൊക്കെ, ഹോളി ലാൻഡ് ട്രിപ്സുകൾ അടക്കം പലതും സംഘടിപ്പിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനുള്ള സൗകര്യം ഇത് ഒറ്റയടിക്ക് ഇതേമാതിരി സംഘടിപ്പിക്കാനൊന്നും കഴിയില്ല. ഒരുപാട് ചിന്തിക്കണം. കാരണം നമ്മൾ ആളുകളെ കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് അതിൻ്റെ വശങ്ങൾ ആലോചിക്കാനുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് ആലോചിക്കാം.
ഇൻഷാ അല്ലാ അധികം വൈകാതെ അത്തരം ഒരു സംരംഭത്തിലേക്ക് കടക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ബുർദയിൽ പറയപ്പെടുന്ന ദീസലം തൊട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇൻഷാല്ല അടുത്ത പാർട്ടിലായിരിക്കും. നാളെ രാത്രി 8 മണിക്കായിരിക്കും വരിക ഇൻഷാല്ല. അപ്പോൾ ഈ വീഡിയോകളൊക്കെ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റിൽ പലരും ചോദിച്ചതുപോലെ പാലസ്തീൻ, ഇസ്രായേൽ, ജോർദാൻ, ഈജിപ്റ്റ് മാത്രമല്ല ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ ആഗോള ഇസ്ലാമിക എല്ലാ ചരിത്ര ഭൂമികളിലേക്കും യാത്ര സംഘടിപ്പിക്കുന്നുണ്ട്. തുർക്കി, സ്പെയിൻ, ഇറാൻ, ഇറാഖ്, മൊറോക്കോ, ചെച്ചനിയ, സിസിലിയൻ, സൈപ്രസ്, അസർബൈജാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ. ഏറ്റവും അടുത്ത പാക്കേജ് നടക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉസ്താദിൻ്റെ തന്നെ സ്ഥാപനമായ ഫ്ലൈസെഡിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിക്ക് ശബ്ദം കിട്ടൂല ഉസ്താദേ, രീതി കിട്ടൂല. റെക്കോർഡ് നല്ല രീതി വേണ്ടേ? എല്ലാവർക്കും പാടാ. ഒട്ടകങ്ങൾ വരി വരി വരിയായി, കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവിൽ മരുഭൂമി വിലസിടുന്നു. വരിയായി കാരക്ക മരങ്ങൾ നിര നിര നിരയായി, ഒട്ടിടവിൽ ഉയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നു. മാഷാ അല്ലാ.